സ്ഥാനമൊഴിഞ്ഞ കോടിയേരി. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. തുടർ ചികിത്സയ്ക്കായി അവധി ആവശ്യമാണെന്ന കോടിയേരിയുടെ ആവശ്യം അംഗീകരിച്ചാണ് CPMന്റെ ഔദ്യോഗിക വിശദീകരണം. LDF കൺവീനർ A വിജയരാഘവനാണ് പകരം ചുമതല. എത്ര കാലത്തേക്കാണ് കോടിയേരി വിട്ടുനിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടി വ്യക്തത നൽകിയിട്ടില്ല. സാമ്പത്തിക ക്രമക്കേട് കേസിൽ ബിനീഷ് കോടിയേരി ജയിലിൽ പോയതിന് പിന്നാലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ചികിത്സ ആവശ്യമുള്ളതിനാലാണ് അവധിയെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ പറഞ്ഞത്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായ ചികിത്സ വേണം എന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ചികിത്സക്ക് ലീവ് ആവശ്യമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് തുടർ ചികിത്സക്ക് അനുവാദം നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലുള്ള ചുമതല നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സഖാവ് A വിജയരാഘവനെ ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. VV അരുണാണ് ചെയ്യുന്നത്. അരുൺ, പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ, മറ്റു വിവരങ്ങൾ? നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കണമെന്ന ആവശ്യം പ്രതിപക്ഷമാണ് ശക്തമായി ഉന്നയിച്ചത്. അപ്പോഴൊക്കെ പൂർണ്ണമായും ആവശ്യത്തെ തള്ളിക്കളയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇതിനിടെ ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോവും ഒക്കെ ചേർന്നത്. കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സമിതി ചേർന്നപ്പോഴും ഈ ആവശ്യം പരിഗണിക്കേണ്ട നിലപാടാണ് എടുത്തത്. കാരണം മകൻ ചെയ്ത തെറ്റിന് പാർട്ടി സെക്രട്ടറി ഉത്തരവാദിയല്ല, അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി മാറേണ്ട സാഹചര്യമില്ല. ഇതായിരുന്നു CPMന്റെ പൊതു നിലപാട്. പക്ഷേ പെട്ടെന്നായിരുന്നു ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അനാരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് താൻ മാറി നിൽക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. കൂടുതൽ ചികിത്സ വേണ്ടതുണ്ട്, തിരക്കുപിടിച്ച രാഷ്ട്രീയ കാലമാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പൂർണ്ണസമയ സെക്രട്ടറി വേണം, നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. തൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യം അതിനെ അനുവദിക്കില്ല. അതിനാൽ അസുഖഭേദമായി തിരിച്ചു വരുന്നതുവരെ സമയം നൽകണം, മാറി നിൽക്കാൻ സമയം അനുവദിക്കണം. ഇതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ ആവശ്യം. ആ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. കാരണം പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. അനാരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞാണ് മാറി നിൽക്കുന്നതെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ വിവാദങ്ങളിൽ രക്ഷപ്പെടാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുമെന്ന് CPM വിലയിരുത്തുന്നു. പുറത്ത് CPM നേതാക്കളാരും മകനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിലാണ് കോടിയേരി മാറി നിൽക്കുന്നതെന്ന് പറയില്ല. പകരം നേരത്തെ MV ഗോവിന്ദൻ സൂചിപ്പിച്ച പോലെ അനാരോഗ്യം, കൂടുതൽ ചികിത്സ വേണ്ടതുണ്ട്, അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന കാര്യം മാത്രമേ പുറത്തു പറയുകയുള്ളൂ. ഏതായാലും പകരം ചുമതല നൽകിയിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമായ A വിജയരാഘവനാണ്. അദ്ദേഹം ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ കൺവീനറുമാണ്. ആ കൺവീനർ സ്ഥാനത്ത് തുടരുന്ന A വിജയരാഘവൻ കോടിയേരിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് A വിജയരാഘവൻ. A വിജയരാഘവന് പേര് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ നിർദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു തിരിച്ചുവരവ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 2021 CPMന്റെ അടുത്ത സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കേണ്ടത്. ആ സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ സെക്രട്ടറി തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ പുതുക്കിയ ഭരണഘടന പ്രകാരം 3 ടേം ഒരാൾക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം തുടരാം. 2015 കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴ സമ്മേളനത്തിൽ പിണറായിയുടെ പകരക്കാരനായാണ് കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. 2018 തൃശ്ശൂർ സമ്മേളനത്തിലും കോടിയേരി തുടർന്നു. സ്വാഭാവികമായും ഒരു ടേം കൂടി കോടിയേരിക്ക് ലഭിക്കും. എന്നാൽ ഇപ്പോൾ കോടിയേരി മാറി നിൽക്കുന്നു. അത് ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അത് അടുത്ത പാർട്ടി സമ്മേളനത്തിൽ തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഇതിനിടെ ഇപ്പോഴുയർന്ന ആരോപണങ്ങൾ നിന്ന് രക്ഷപ്പെട്ട ശേഷം, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഒരു പരിധിവരെ ആരോപണങ്ങളുടെ തീവ്രത കുറഞ്ഞ ശേഷം തിരിച്ചു വരാൻ ലക്ഷ്യമിട്ടുള്ള മാറി നിൽപ്പായി വേണം ഇപ്പോഴത്തെ നടപടിയെ കാണാൻ. A വിജയരാഘവൻ സെക്രട്ടറി ആകുന്നതും ആ തീരുമാനം കൂടി മുന്നിൽ കണ്ടാണ്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി യോഗം കഴിഞ്ഞ ഉടൻ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ലാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല. പാർട്ടി സെക്രട്ടറി ചുമതലയിൽ വന്ന A വിജയരാഘവൻ 3:30 ഒരു പൊതുപരിപാടിയിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണം വരും. ഏതായാലും KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.
പറഞ്ഞത്. ശിവശങ്കർ ഒരു മാസ്കാണ്, അഥവാ ഈ കേസിന്റെ ഒരു മുഖംമൂടി മാത്രമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച ഒരു വെളിപ്പെടുത്തലാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ അറിവോടാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സൂക്ഷ്മമായ നിഗമനം. CMന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറും CM രവീന്ദ്രനും പുറമെ മറ്റു പലർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നന്നായിട്ട് ബോധ്യപ്പെട്ടായിരുന്നു. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു മയക്കുമരുന്ന് കേസും കള്ളക്കടത്തും എല്ലാം തന്നെ നടന്നതെന്നാണ് അവർ വ്യക്തമായിട്ട് പറയുന്നത്. അന്വേഷണം 4 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ, നാഷണൽ നമുക്കെല്ലാം അറിയാം, NIA, അതുപോലത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കസ്റ്റംസ് എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ എൻ്റെ അഭിപ്രായം തുടക്കം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. KPSC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയാണ്. അപ്പോൾ മറ്റു വാർത്തയിലേക്ക്. ആദ്യം സ്ഥാനം ഒഴിയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ പെട്ടെന്ന് കോടിയേരി സ്ഥാനം ഒഴിയുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നതയാണ്. ഇങ്ങനൊരു അവസ്ഥ CPM-ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നും കോടിയേരിയുടേത് വൈകി വന്ന വിവേകമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയാനുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ തീരുമാനം വൈകി വന്ന ഒരു വിവേകമാണ്. വാസ്തവത്തിൽ ഇത് ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. പാർട്ടി സെക്രട്ടറി നേരത്തെ അസുഖത്തിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോയിരുന്നു. അന്നൊന്നും പാർട്ടി സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല, അദ്ദേഹം തുടരുകയാണ് ചെയ്തത്. ഇപ്പോൾ പൊടുന്നനവേ രാജിവെക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുന്നത് പാർട്ടിക്കകത്തെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് എന്ന് കരുതേണ്ടി വരും. ഇതുപോലൊരു പ്രതിസന്ധി, ഇതുപോലൊരു അവസ്ഥ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ കുറച്ചു മുൻപേ മാറി നിൽക്കേണ്ടതായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടി. ഇപ്പോഴെങ്കിലും മാറിയത് നന്നായി. ബിനീഷ് കോടിയേരിക്കെതിരായി ഉയർന്നതൊന്നും ആരോപണങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കുറെ കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ വിവാദങ്ങൾ കുറെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. UDFിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്, അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച്. അദ്ദേഹം മാറി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വൈകിയാണേലും അദ്ദേഹം എടുത്ത തീരുമാനം നന്നായി. ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ആരോപണ വിധേയരായ മന്ത്രിമാർക്കും കോടിയേരിയുടെ പാത പിന്തുടരേണ്ടി വരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോടിയേരിയുടേത് അവധിയാണെന്ന് CPM പറയുന്നു. പക്ഷേ ലോകം അങ്ങനെയല്ല കാണുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉള്ള രാജിയായാണ് എല്ലാവരും കാണുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രാജിവെക്കണമെന്ന് മുമ്പേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്ന് ഇപ്പോൾ യാഥാർത്ഥ്യമായെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലെ രാജിയായി തന്നെ ജനം കാണുള്ളൂ. അപ്പോൾ CPM-ന് അങ്ങനെ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ ആവശ്യത്തിൻ്റെ മുമ്പിൽ ആദ്യത്തെ ഭാഗം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടങ്ങളാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പോടെ വിഷയങ്ങളുടെ പൂർണ്ണമായ അവസാനിക്കലും ആയിരിക്കും ഉണ്ടാവുക. കോടിയേരി മാറി നിന്നത് വൈകി ഉദിച്ച വിവേകമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KP മജീദ്. പാർട്ടിക്ക് പിടിയില്ലാത്ത രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കോടിയേരി മാറും മുമ്പും ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നും അപ്പോഴൊന്നും പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു വൈകി ഉദിച്ച വിവേകം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പിടിയുമില്ലാത്ത രീതിയിലാണ് ഗവൺമെന്റ് പോകുന്നത്. അങ്ങനെ പാർട്ടിക്കകത്ത് വലിയൊരു ആഭ്യന്തര സംഘർഷം നടക്കുന്നതിൻ്റെ ഒരു അവസാന ഘട്ടമാണ് ഇപ്പോൾ ചികിത്സക്കായി അദ്ദേഹം ലീവ് എടുത്തു എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അന്നൊന്നും പാർട്ടിക്ക് ഒരു ചുമതലക്കാരനെ പോലും ഏൽപ്പിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഇതിന്റെ പ്രധാന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതായത് സാധാരണ പാർട്ടിയുടെ സമീപകാലത്തെല്ലാം കണ്ണൂർ ലോബിയിൽ നിന്നാണ് ആളുകൾ വരാറുള്ളത്. ഇപ്പോൾ ഇതിന് വ്യത്യസ്തമായി താൽക്കാലിക ചുമതല വിജയരാഘവൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
കോടിയേരി ബാലകൃഷ്ണന്റെ പാത പിന്തുടർന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റേതിനേക്കാൾ രാഷ്ട്രീയ ആരോഗ്യം പിണറായി വിജയന്റേത് മോശമാണ്. ഇതിനേക്കാൾ മോശമായ രാഷ്ട്രീയ ആരോഗ്യത്തിലാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ രാജി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു സന്ദേശമാണ്. ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കാതെ പാർട്ടിയെയും ഗവൺമെന്റിനെയും സംസ്ഥാനത്തെയും കൂടുതൽ അപജയത്തിലേക്ക് നയിക്കാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും ഒഴിയുന്നതായിരിക്കും നല്ലതെന്ന സന്ദേശമാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഈ രാജിയിലൂടെ നൽകിയിട്ടുള്ളത്. കോടിയേരി പദവി ഒഴിഞ്ഞതിൽ പൂത്തിരി കത്തിച്ച് ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കോട്ടയത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷ പ്രകടനം. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റ് മുൻ അറ്റാഷെ റാഷിദ് ഖമീസിന്റെ പങ്ക് അന്വേഷിക്കാൻ കസ്റ്റംസ്. റാഷിദ് ഖമീസിന്റെ നയതന്ത്ര പരിരക്ഷ UAE സർക്കാർ പിൻവലിച്ച സാഹചര്യത്തിലാണ് കസ്റ്റംസ് നീക്കം. റാഷിദ് ഖമീസിന്റെ നയതന്ത്ര തിരിച്ചറിയൽ കാർഡ് UAE വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തെ തിരിച്ചേൽപ്പിച്ചിരുന്നു. ഇന്നലെയാണ് നയതന്ത്ര തിരിച്ചറിയൽ കാർഡ് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തെ UAE കോൺസുലേറ്റ് തിരിച്ചേൽപ്പിച്ചത്. ബുധനാഴ്ച അറ്റാഷെ സ്ഥാനമൊഴിഞ്ഞെന്നും അതിനാലാണ് തിരിച്ചറിയൽ കാർഡ് മടക്കി നൽകുന്നതെന്നും കോൺസുലേറ്റ് സർക്കാരിനെ അറിയിച്ചു. ഇതോടെ റാഷിദ് ഖമീസ് അലിയുടെ നയതന്ത്ര പരിരക്ഷ ഇല്ലാതായി. ഇയാളെ ചോദ്യം ചെയ്യാനും വേണ്ടിവന്നാൽ കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണ ഏജൻസികൾക്ക് തടസ്സമുണ്ടാകില്ല. ഈ സാഹചര്യത്തിലാണ് റാഷിദ് ഖമീസിന്റെ പങ്ക് അന്വേഷിക്കാൻ കസ്റ്റംസ് ഒരുങ്ങുന്നത്. ഇന്റർപോൾ സഹായത്തോടെ റാഷിദ് ഖമീസ് അലിയെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം. ഇതിനായി എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി വഴി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജൂൺ 30 വന്ന നയതന്ത്ര ബാഗേജിലായിരുന്നു സ്വർണം കടത്തിയത്. ജൂലൈ 5 ബാഗേജ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും സ്വർണം കണ്ടെടുക്കുകയുമായിരുന്നു. പരിശോധനയ്ക്ക് മുമ്പ് ബാഗേജ് വിട്ടു നൽകാൻ റാഷിദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തുകയും ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ജൂലൈ 11 റാഷിദ് ഖമീസ് അലി ഡൽഹി വഴി ദുബായിക്ക് കടന്നു. കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി ലോക്ക്ഡൌൺ കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്നാണ് റാഷിദ് അലിക്ക് കോൺസുലേറ്റിന്റെ ചുമതല ലഭിച്ചത്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് M ശിവശങ്കറെ ചോദ്യം ചെയ്യാനൊരുങ്ങി വിജിലൻസ്. ഇത് സംബന്ധിച്ച അപേക്ഷ കോടതിയിൽ ഉടൻ സമർപ്പിക്കും. സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ കണ്ടെത്തിയ 1 കോടിയിലധികം രൂപ ലൈഫ് മിഷൻ ഇടപാടിലെ കോഴയാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള M ശിവശങ്കറെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വിജിലൻസ്. ഇതിനായി അടുത്തയാഴ്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതികളായ സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവരെ ചോദ്യം ചെയ്ത ശേഷമാണ് അന്വേഷണ സംഘം ശിവശങ്കറിലേക്ക് എത്തുന്നത്. വടക്കാഞ്ചേരി ലൈഫ് ക്രമക്കേടിലെ കരാറും കോഴ ഇടപാടും അടക്കം M ശിവശങ്കർ അറിഞ്ഞിരുന്നുവെന്നാണ് സ്വപ്ന വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, കരാർ തയ്യാറാക്കിയത് ശിവശങ്കർ നേരിട്ടായിരുന്നുവെന്ന് ലൈഫ് മിഷൻ CEO UV ജോസും മൊഴി നൽകിയിരുന്നു. സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ പണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ തുകയെന്ന NIA വാദം വിജിലൻസ് തള്ളുന്നു. ലൈഫ് മിഷനിലെ കമ്മീഷൻ തുകയാണിതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ലൈഫ് ക്രമക്കേടിൽ അടുത്തിടെ M ശിവശങ്കർ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് വിജിലൻസ് സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുവരെയുള്ള നിഗമനങ്ങളും തെളിവുകളും കോടതിയെ ഉടൻ അറിയിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. M ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. ഇഡിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിന് ചോദ്യം ചെയ്യാൻ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി അനുമതി നൽകി. അതിനിടെ മാധ്യമങ്ങൾക്ക് രേഖ ചോർച്ച നൽകിയെന്ന ആരോപണം അസംബന്ധമാണെന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. ബീഹാറിൽ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA സർക്കാർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഈ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാവും. ഉപമുഖ്യമന്ത്രി, സ്പീക്കർ പദവികൾ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരികയാണ്. ആഭ്യന്തരം, റവന്യൂ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾക്കൊപ്പം സ്പീക്കർ പദവിയും BJP ഏറ്റെടുത്ത് മന്ത്രിസഭ രൂപീകരിക്കാനാണ് നീക്കം. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് NDAയിലെ കക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വകുപ്പ് വിഭജനം സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ല. ജിതൻ റാം മാഞ്ചിയുടെ HIM മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടിലാണ്. അതേസമയം വികാസ്ശീൽ ഇൻസാൻ പാർട്ടി മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടും. സ്പീക്കർ പദവിയിൽ ഉൾപ്പെടെ കൂടുതൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കാനാണ് BJP ശ്രമം.
സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഗവർണറെ സമീപിക്കുന്നതിലും സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുന്നതിലും ഇന്നത്തെ യോഗത്തിൽ ധാരണയാകും. ബിജെപിയുടെ ദേശീയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ലെന്നാണ് സൂചന. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. നാട്ടിലെങ്ങും വോട്ടംഗം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെട്ടയം വാർഡിൽ CPM റിബൽ സ്ഥാനാർത്ഥി. നെട്ടയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നല്ല പെരുമാളാണ് വിമത സ്ഥാനാർത്ഥിയെ രംഗത്തെത്തിയത്. ഇതോടെ നെട്ടയം വാർഡിൽ ചതുഷ്കോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് നെട്ടയം വാർഡ്. വാർഡ് പിടിക്കാൻ മുന്നണികൾ അരയും തലയും മുറുക്കി പ്രചാരണം നടത്തുമ്പോൾ CPM റിബൽ സ്ഥാനാർത്ഥിയായി നല്ല പെരുമാൾ കൂടി എത്തിയതോടെ പോരാട്ടത്തിന് വാശിയേറി. കഴിഞ്ഞ 25 വർഷമായി CPMന്റെ സജീവ പ്രവർത്തകനായിരുന്നു നല്ല പെരുമാൾ. മേലത്തുമേലെ ബ്രാഞ്ച് സെക്രട്ടറിയും നെട്ടയം ഏരിയ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 നൽകാമെന്ന് പറഞ്ഞിരുന്ന സീറ്റ് ഇത്തവണയും നിഷേധിച്ചതോടെയാണ് നല്ല പെരുമാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നല്ല പെരുമാളിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലവും ഇവിടുത്തെ നെട്ടയം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയായി ഞാൻ നിന്നതാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ജനങ്ങൾക്ക് ജനസേവനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഡിസൈനറായ നല്ല പെരുമാൾ തന്നെയാണ് തനിക്കായി വാർഡിൽ ചുവരെഴുത്ത് നടത്തുന്നത്. സിറ്റിംഗ് കൗൺസിലറായ രാജ്യമോളാണ് വാർഡിലെ LDF സ്ഥാനാർത്ഥി. വിമത സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം LDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്നാണ് CPM പ്രതീക്ഷ. ന്യൂസ് 18, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻ മന്ത്രിക്കും DCC പ്രസിഡന്റിനുമെതിരെ പൊട്ടിത്തെറിച്ച പ്രവർത്തകർ. തിരുവനന്തപുരം DCC ഓഫീസിലാണ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി രോഷം പ്രകടിപ്പിച്ചത്. അഴിമതി കേസ് ഒതുക്കി തീർക്കാൻ മുൻ മന്ത്രി സീറ്റ് കച്ചവടം നടത്തുകയാണ് എന്നാണ് ആരോപണം. വാർഡ് കമ്മിറ്റി തീരുമാനിച്ചയാളെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇത് ശിവകുമാറിന്റെ അഴിമതി കേസ് ഒതുക്കാനുള്ള കച്ചവടമാണ് CPMന് ജയിക്കാൻ വേണ്ടിയിട്ട്. സാർ നമുക്ക് സമാധാനപരമായിട്ട് അവിടെ ഇരിക്കാം. നമ്മൾ ഗാന്ധിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷും. തിരുവനന്തപുരം കോർപ്പറേഷൻ പൂജപ്പുര വാർഡിൽ VV രാജേഷ് മത്സരിക്കും. മുതിർന്ന നേതാക്കളെ മത്സരിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണ് BJP ലക്ഷ്യം. അഴിമതി സാർവത്രികമായിരിക്കുകയാണ് രണ്ട് മുന്നണികളിൽ. UDFന്റെ മറ്റു പല നേതാക്കളും ഇനിയും അഴിമതി കേസുകളിൽ പ്രതിയാകുമോ എന്നുള്ള ഭയാശങ്ക ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ വാർഡിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. UDF LDF സ്ഥാനാർത്ഥികളായി എത്തുന്നത് സഹോദരങ്ങളാണ്. VV വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. പരവൂർ പുറ്റിങ്ങൽ വാർഡിലെ രാഷ്ട്രീയ പോരാട്ടത്തിന് ചലച്ചിത്രാവിഷ്കാരവുമായി സാമ്യമുണ്ടെങ്കിലും സിനിമയുമായി തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കൂട്ടിക്കെട്ടണ്ടെന്നാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ പറയുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി സുധീർ, അതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥി സുജിരാജ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. വലിയ പോരാട്ടമാണ് ഈ വാർഡിൽ നടക്കുന്നത്. ആദ്യം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം, എന്ത് പറയുന്നു? നേരത്തെ പറഞ്ഞ റെക്കോർഡ് ചെയ്തോ? പുള്ളിക്ക് സംസാരിക്കേണ്ട, ആദ്യം അനിയൻ സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. സഹോദര സ്നേഹമാണ്, ഇളയാൾ സംസാരിക്കട്ടെ എന്ന് ചേട്ടൻ പറയുന്നു. എങ്ങനെ കാണുന്നു ഈ തിരഞ്ഞെടുപ്പിനെ? തിരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയമാണ്. ഇതിനകത്ത് സഹോദര ബന്ധങ്ങൾക്കുപരി ഇതിനകത്ത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ തങ്ങളിലുള്ള മത്സരമാണ്. അവരുടെ ആശയപരമായ പോരാട്ടമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പോരാട്ടത്തെ കാണുന്നത്? അനുജൻ എതിരായി വരുമ്പോൾ രാഷ്ട്രീയമായിട്ടും നമ്മുടെ ഒരു രക്തബന്ധം അത് അങ്ങനെ തന്നെ രണ്ടായി തന്നെയാണോ മനസ്സിൽ സൂക്ഷിക്കുന്നത്? അല്ല, ഞാൻ രാഷ്ട്രീയത്തിനുപരി വ്യക്തിബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. അത് വ്യത്യസ്ത രാഷ്ട്രീയക്കാരെല്ലാം ഈ പറഞ്ഞ കണക്ക് അത് BJP ആയിരുന്നാലും CPM ആയിരുന്നാലും ഒക്കെ ഞങ്ങളൊക്കെ വളരെ സൗഹൃദപരമായി പെരുമാറുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് 2010 ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു.
അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺലാലായിരുന്നു. അരുൺലാലും ഞാനും തമ്മിലായിരുന്നു മത്സരം. പിന്നെ അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകിയെന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായൊരു ആരോപണമാണ്. അന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺലാലായിരുന്നു, UDFിൻ്റെ സ്ഥാനാർത്ഥി ഞാനായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദപരമായ മത്സരമായിരുന്നു. ജ്യേഷ്ഠനൊപ്പം വീണ്ടും ഒരുമിച്ച് കൂടുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും കുടുംബകാര്യങ്ങൾ പറയുന്നതിനും ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ട്? അതായത് ജയിച്ചാലും തോറ്റാലും? അതല്ല, ഞാൻ ഈ രാഷ്ട്രീയ രംഗത്ത് ഈ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള എൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞിരുന്നതാണ്, 2 രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കുന്നു, അത് ആയിക്കോട്ടെ, പക്ഷേ സഹോദരങ്ങളിലുള്ള യാതൊരുവിധ മാനസികാകലവും ഈ ഇലക്ഷന് ശേഷം ഉണ്ടാവരുത്. അത് പിന്നെ വിജയമായാലും പരാജയമായാലും ഉണ്ടാവരുത് എന്നുള്ള ഒരു വാക്ക് അവർ തന്നിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ 2010 സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. ഞാൻ അത് പിൻവാങ്ങിയതാണ്. അത് ഈ നാട്ടിലെ ഈ വാർഡിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിനകത്തൊരു സംവാദത്തിനോ മറ്റൊന്നിനും തയ്യാറല്ല. സഹോദര സ്നേഹവും ആ ഒരു സൗഹൃദവും കാര്യവും ഒക്കെ തുടർന്ന് പോട്ടെ. തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായിരുന്നാലും ഇരുവർക്കും നമുക്കും വിജയാശംസ നേരാം. ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 കൊല്ലം. സർക്കാരുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ. കോട്ടയത്ത് ഓർത്തഡോക്സ് സഭ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സന്മനസ്സും അതിനുള്ള താല്പര്യവും സമർപ്പണവും ഭരണകൂടത്തിന് ഉണ്ടാവുകയും എത്രയും വേഗം ഓരോ പള്ളികളെ സംബന്ധിച്ചുണ്ടായി വരുന്ന വിധികൾ പക്ഷപ്രതി കൂടാതെ, നമ്മളാരും പറയുന്നില്ല നമ്മൾ പ്രത്യേകമായിട്ട് കരുതണമെന്ന്, നീതിയുടെ വാഴ്ച ഇവിടെ ഉറപ്പാക്കുകയും ചെയ്യണം. അതാണ് മലങ്കര സഭയുടെ താല്പര്യം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ മിനിറ്റ്സ് നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നായിട്ടാണ് അഫിഡവിറ്റിൽ കാണുന്നത്. മിനിറ്റ്സിൽ മലങ്കര സഭയുടെ കോടതി വിധിയും ഭരണഘടനയും ഉള്ളിൽ നിന്നൊരു ചർച്ചയ്ക്ക് മാത്രമേ അർത്ഥമുള്ളൂ എന്നും അത് അവർ സമ്മതിക്കാത്തിടത്തോളം കാലം ചർച്ച അവസാനിപ്പിക്കണമെന്നും ഓർത്തഡോക്സ് സഭയിലെ പ്രതിനിധികൾ പറയുന്നതായിട്ട് മിനിറ്റ്സിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലുള്ളൊരു ചർച്ച ഇനി തുടരണമെങ്കിൽ ഈ ജുഡീഷ്യൽ തീരുമാനം അംഗീകരിച്ച ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതും എല്ലാവരെയും അറിയിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.